ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ ശരിക്കും വ്ളോഗായിട്ടൊന്നും അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല ഇതുവരെ. എന്താ പറയുക, ചെറിയ ചെറിയ ഷോർട്സ് വീഡിയോകളാണ് നമ്മളിതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ അവിടുത്തെ ദേശവിളക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്നദാനമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്നദാനവും അതുപോലെ തന്നെ വിളക്ക് കാണാനായിട്ട് ഇറങ്ങാൻ നോക്കിയപ്പോൾ നല്ല മഴ. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നാഴി ബിരിയാണി അരി കൂടിയിട്ട് സിമ്പിളായിട്ട് വേഗം വഴറ്റുക, ഈ വക പരിപാടിയൊന്നുമില്ല. വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 3-4 തക്കാളി, ഒരു 3-4 സബോള, അതേപോലെ ചിക്കൻ, മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാല, ഉപ്പും കൂടി തിരുമ്പിയിട്ട് കുക്കറിൽ ഒരൊറ്റ വിസിലടിച്ചു. അതിന് ശേഷം നമ്മളതിലേക്ക് അരി കഴുകി ഇടുകയാണ് ചെയ്തത്. എന്നിട്ട് അരി, ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ചത് ഒരു വിസിലടിപ്പിച്ചെടുത്ത് വെച്ചു. അങ്ങനെയാണ് നമ്മളൊരു കുക്കറിലൊരു ബിരിയാണി പോലെയാക്കി എടുത്തത്. അങ്ങനെ വിസിലടിപ്പിച്ച് അങ്ങനെ നമ്മൾ വിളക്ക് കാണാനായിട്ട് പോയി. കഴിക്കാൻ നിന്നില്ല, വിളക്ക് കണ്ട് വന്നിട്ട് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ മഴ ഒന്ന് തുറന്നപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് ഉണ്ടായ കണ്ട കുറച്ച് ഭാഗങ്ങളാണ് ഇനി നിങ്ങൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. അപ്പോൾ എന്നാൽ എല്ലാവരും ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരിക കേട്ടോ. ഓക്കേ. അപ്പോൾ വിളക്ക് കണ്ടു. കുറച്ച് നേരം ആകുമ്പോഴേക്കും ഭയങ്കര മഴ പെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വേഗം തിരിച്ചു പോന്നു. എന്നിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ കുക്കർ തുറന്ന് ബിരിയാണി എടുക്കുന്ന ഒരു രംഗാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, നല്ല സ്വാദുണ്ടായിരുന്നു, നല്ല ഇതുണ്ട്. അപ്പോൾ അത് കുഞ്ഞാറ്റ വന്നിട്ട് അത് വീഡിയോ എടുക്കുന്ന ഒരു രംഗാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ അവൾ സംസാരിക്കുന്നുണ്ട്, ഞാനും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബിരിയാണി. വളരെ എളുപ്പമായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് കേട്ടോ അത്. നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രുചിയോടുകൂടി കഴിച്ചു.